അപ്പോൾ പറഞ്ഞ് കുഞ്ഞിൻ്റെ അമ്മയാണ് കുഞ്ഞിനെ കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ അവർ തരാതെ നമുക്ക് നിങ്ങളെ പിടിച്ചേൽപ്പിച്ച് തരാൻ പറ്റില്ല, പ്രത്യേകിച്ച് നിങ്ങൾ മുന്നേ നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കുഞ്ഞിനെ ഇവിടെ പരാതി കൊടുത്ത് കുഞ്ഞിനെ അമ്മയെ ഏൽപ്പിച്ചതാണ്. ഞാൻ പറഞ്ഞു ഓക്കെ സാർ, അത് ശരിയാണ്, പക്ഷേ ഇതിങ്ങനെ എൻ്റെ കുഞ്ഞിൻ്റെ ദേഹം മുറിയില്ല. കാരണം എൻ്റെ കൂടെ എൻ്റെ കുഞ്ഞ് നിന്നപ്പോൾ, ഈ 1.5 വർഷക്കാലം എൻ്റെ കൂടെയാണ് നിന്നപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ ദേഹത്ത് ഒരു മുറിവോ പാടോ ഒന്നും ഇല്ല. ഈ പോലീസിൽ പരാതി കൊടുത്തിട്ട് പോലീസ് സീരിയസ് ആയിട്ട് എടുത്തില്ല എന്നാണോ? സീരിയസ് ആയിട്ട് എടുത്തില്ലെന്ന് ഒരു പക്ഷെ വേണമെങ്കിൽ എനിക്ക് പറയാം. കാരണം എന്ന് വെച്ചാൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു കുഞ്ഞിൻ്റെ കൈ ഇങ്ങനെ ഒടിഞ്ഞതാണ്, ഫോട്ടോ സഹിതം കാണിച്ചു കൊടുത്തതാണ്. അവിടെ താഴെ നമ്മളെ SIയുടെ അടുത്തായാലും DYSPയുടെ അടുത്തായാലും പറഞ്ഞു. അപ്പോൾ നമുക്ക് എൻ്റെ മനസ്സിൽ എന്തോ ഈ ഒളിഞ്ഞിരിക്കാത്ത കാര്യങ്ങൾ ഞാൻ തുറന്നു പറയുന്ന കൂട്ടത്തില്ല. ഞാൻ പറഞ്ഞു സാർ എനിക്കിങ്ങനെ ഒരിത് ഉണ്ട്, സംശയമുണ്ട് സാർ, അത് അന്വേഷിക്കണം. അപ്പോൾ പറഞ്ഞു കുഞ്ഞിൻ്റെ അമ്മയാണ് കുഞ്ഞിനെ കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ അവർ തരാതെ നമുക്ക് നിങ്ങളെ പിടിച്ചേൽപ്പിച്ച് തരാൻ പറ്റില്ല, പ്രത്യേകിച്ച് നിങ്ങൾ മുന്നേ നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കുഞ്ഞിനെ ഇവിടെ പരാതി കൊടുത്ത് കുഞ്ഞിനെ അമ്മയെ ഏൽപ്പിച്ചതാണ്. ഞാൻ പറഞ്ഞു ഓക്കെ സാർ, അത് ശരിയാണ്, പക്ഷേ ഇതിങ്ങനെ എൻ്റെ കുഞ്ഞിൻ്റെ ദേഹം മുറിയില്ല. കാരണം എൻ്റെ കൂടെ എൻ്റെ കുഞ്ഞ് നിന്നപ്പോൾ, ഈ 1.5 വർഷക്കാലം എൻ്റെ കൂടെയാണ് നിന്നപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ ദേഹത്ത് ഒരു മുറിവോ പാടോ ഒന്നും ഇല്ല. അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ 2 കൈയും ഒടിഞ്ഞു എന്ന് പറയുമ്പോൾ എനിക്ക് പറ്റില്ല, എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയണില്ല. സാർ അതിൻ്റെ നടപടി എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിപ്പോൾ എന്ത് പറയണമെന്ന് പറഞ്ഞ് സത്യം പറഞ്ഞാൽ അറിയില്ല. എൻ്റെ മനസ്സ് പോലെ മൊത്തം കല്ലിച്ച് നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റണില്ല. ചൈൽഡ് ലൈനിൽ ഈ കൈ ഒടിഞ്ഞ സമയത്ത് തന്നെ, അതായത് ഈ 5-ാം തീയതി ഈ കൈ ഒടിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ പരാതി കൊടുത്തതിൻ്റെ പിറ്റേന്ന് രാവിലെ ബസ്സിൽ ഇരുന്നപ്പോഴാണ് ഞാൻ ചൈൽഡ് ലൈനെ വിളിച്ച് പറയണത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ അവിടെ നിന്ന് എന്നോട് സംസാരിച്ച് സാർ പറഞ്ഞത് നിങ്ങൾ സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തേക്കല്ലേ, ഇന്ന ദിവസം അവിടെ ചെല്ലാൻ പറയല്ലേ, അവിടെ സംസാരിച്ച് കോംപ്രമൈസ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഈ പരാതി ഞങ്ങൾ അന്വേഷിച്ചോളാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വിളിച്ചിട്ടേ ഇല്ല. ഈ കുട്ടിക്ക് കയ്യൊക്കെ ഇങ്ങനെ പരിക്കേറ്റപ്പോൾ കുട്ടിയുടെ അമ്മ എന്താ പറഞ്ഞു? അറിയില്ല. നമ്മള് ചോദിച്ചിരുന്നോ? ഇല്ല, ഞങ്ങളെ വിളിക്കാറില്ല. ഞങ്ങൾ നിരന്തരം അവരെ ജീവിതത്തിൽ ശല്യം ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. 1.5 വർഷത്തോളം ഇവിടെ നിന്നെന്ന് പറഞ്ഞില്ലേ? അമ്മ കൂടെ കുട്ടിയെ കൊണ്ടുപോകാതിരിക്കാൻ എന്താ പറഞ്ഞത്? കാരണം ഇവിടെ അവളുടെ ആദ്യ ഹസ്ബൻഡ് മരണപ്പെട്ട് ഒരു 2.5-3 മാസം ആയപ്പോഴേ അവളെ പ്രഗ്നന്റ് ആയിരുന്നപ്പോൾ ഇനി കൊണ്ടുവന്നതാണ്. അപ്പോൾ ആ ആദ്യ ഭർത്താവിൻ്റെ വീട്ടുകാരൊന്നും അപ്പോഴും ഇവരെ വിളിക്കുകയോ സംസാരിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്തില്ല. ഡെലിവറി ടൈം എല്ലാം ഞാനും എൻ്റെ അമ്മയും മാത്രമേ ഇളയ മോനും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വേറെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പം ആ കുഞ്ഞ് അവൾ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് തന്നെ ഈ പ്രപ്പോസലായിട്ട് വന്നത് ഡാൻസ് ക്ലാസ്സിലെ അനു എന്ന് പറഞ്ഞ ആ വ്യക്തിയും അവളുടെ ഹസ്ബൻഡുമാണ് വന്നത്. അപ്പോൾ ഞാൻ അപ്പോഴും പറഞ്ഞതാണ് കുഞ്ഞിനെ നോക്കുന്നവർക്ക് മാത്രമേ വിവാഹം കഴിച്ച് കൊടുക്കാറുള്ളൂ, അല്ലാതെ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇതിനിടയ്ക്ക് ഇവർ എപ്പോഴും പിന്നെ ഫോൺ നമ്പറൊക്കെ കൈമാറി ഇവർ രഹസ്യമായിട്ട് വിളിക്കാൻ തന്നു. പിന്നീട് ഞാനിങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ ഇവളിങ്ങനെ ഓവറായിട്ട് ഫോണിൽ സംസാരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, അവൻ പറഞ്ഞു ഇങ്ങനെ അഷ്കറേട്ടനാണ്. ഞാൻ എന്തിനാ ഇപ്പം ഇങ്ങനെ സംസാരിക്കണം, നിങ്ങൾ കുഞ്ഞിൻ്റെ കാര്യത്തിലല്ലതാവട്ടെ, പ്രത്യേകിച്ച് അവൻ മറ്റൊരു വിവാഹം കഴിച്ചിട്ടുണ്ട്, ആ പെൺകുട്ടി ഇപ്പോൾ സീരിയസ് അവസ്ഥയിലാണ്, RCC പേഷ്യൻ്റാണ്, അപ്പോൾ അതിങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ നിങ്ങളൊന്നും ചെയ്ത് കളയരുത്, നിയമത്തിൻ്റെ മുന്നിൽ നമ്മൾ കുറ്റക്കാരാവും, അങ്ങനെ ചെയ്യരുത് എന്ന് എൻ്റെ മോളോടും അവനോടും ഞാൻ പ്രത്യേകം പറയാനുണ്ടായിരുന്നു. അവ പോകുന്നൊക്കെ പറഞ്ഞതിന് ശേഷം ആണ് ഇവർ നിരന്തരം ഇങ്ങനെ ഫോൺ വിളിയും എല്ലാം ആയി. പിന്നീട് ഇവരെ കൊണ്ട് തമിഴ്നാട്ടിലെ ഏതോ അമ്പലത്തിൽ കൊണ്ടുവച്ചിട്ട് കാല് കെട്ടിയെന്ന് പറയുന്നു. പക്ഷെ എല്ലാം ഇമിറ്റേഷനാണ് ഇട്ട് ഇവിടെ കൊണ്ടുവന്നത്. അപ്പോൾ അതിനുശേഷമാണ് ഞങ്ങളിവിടെ അറിയുന്നത്. പിന്നെ ഈ പറയുന്ന പോലെ നമ്മളെ നിയമം നോക്കുമ്പോഴത്തേക്ക് 18 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീവിതം അവരവരെ തിരഞ്ഞെടുക്കപ്പെടേണ്ട. അപ്പോൾ അവർക്ക് ഇനി അവൾ പറഞ്ഞത് എനിക്കിനി അഷ്കറേട്ടനെ മതി, അഷ്കറിന് എവളെ മതി. ഞാൻ പറഞ്ഞു ഓക്കെ, നിങ്ങൾ കുഞ്ഞിനെ നോക്കിക്കൊള്ളണം. കാരണം ഇനി നാളെ തന്നെ ഇവർ തന്നെ പറയും. ഇപ്പം നിസ്സാര കാര്യങ്ങൾ കുഞ്ഞിനെ ആവശ്യപ്പെട്ടപ്പോൾ തന്നെ ഞാനാണ് അവർക്ക് തടസ്സം എന്നുള്ള രീതിയിൽ കംപ്ലൈൻറ്റ് കൊടുത്തു. അപ്പോഴും നിയമത്തിൻ്റെ മുന്നിൽ ഞാനായിരിക്കും കുറ്റക്കാരി. അപ്പോൾ ഈ കുഞ്ഞിനെ നോക്കണില്ല, അല്ലെങ്കിൽ ഇവരിപ്പോൾ വിവാഹം കഴിക്കരുതെന്ന് പറഞ്ഞാൽ തടസ്സം സൃഷ്ടിച്ചാലും ഞാനായിരിക്കും അവരുടെ ജീവിതം നശിപ്പിച്ചു എന്നുള്ളത് നമുക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു മാനസികാവസ്ഥയിലായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു അവർ ജീവിക്കുന്നെങ്കിൽ ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇവർ പിന്നെ ഇവരുടെ സാധനങ്ങളൊക്കെ ഇവർ പിന്നീട് നന്ദിയോട് അങ്ങ് താമസത്തിന് പോയി. അവിടെ നന്ദിയോടത്തെ ഡാൻസ് ക്ലാസ്സിൽ താമസത്തിന് പോയി. അവിടെ പോയിട്ടാണ് ഏകദേശം 1 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഒരു ദിവസം വിളിച്ചപ്പം പറഞ്ഞ പോലെ എനിക്കിങ്ങനെ കൊച്ചിനെ കാണണം, ഞാൻ ഇത്രയും നാൾ അന്വേഷിച്ചതല്ലേ, വല്ലപ്പോഴും നീ എന്നെ ഒന്ന് കൊണ്ടുവന്ന് കാണിക്കുന്നൊരു വാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ മാസം ഫസ്റ്റിൽ എനിക്ക് പനിയായിട്ടൊക്കെ ഒത്തിരി വയ്യാതെ ഞാൻ 3-4 ദിവസം ലീവ് എടുത്ത് വീട്ടിൽ ഉണ്ടായിരുന്നു. കാണിക്കാം എന്നിങ്ങനെ പറഞ്ഞിട്ട്
ഒരു ദിവസം അടുത്ത ദിവസം തന്നെ ഞാൻ ഇവിടെ നിന്നപ്പോഴത്തേക്ക് രാവിലെ ഫോൺ വിളിച്ചായിരുന്നു. അമ്മ എവിടെയുണ്ട്? ഞാൻ വീട്ടിലുണ്ട്. ആ ശരി എന്ന് പറഞ്ഞ് കട്ട് ചെയ്തു. കുറച്ച് ഒരു ഉച്ച സമയം അടുപ്പിച്ചപ്പോഴത്തേക്കാണ് ഇവള് ഇങ്ങനെ ബാക്കിൽ തൂക്കണ ഒരു ബാഗ് ഇട്ട് അല്ലാതെ ഒരു ചെറിയൊരു ബാഗുമായിട്ട് ഇങ്ങനെ കവറുമായിട്ട് വന്നു. അപ്പം ഞാൻ കേട്ട് കൊച്ചിനെ കൊണ്ടുവന്നു. ഞാൻ കേട്ട് എവിടെ പോകണം? അത് ഞങ്ങൾ പ്രോഗ്രാമിന് പോകണുണ്ട്. അപ്പോൾ കൊച്ചിൻ്റെ കഴുത്തിലെ മാല കണ്ടില്ല. ഞാൻ കേട്ട് കൊച്ചിൻ്റെ മാല എന്ത് ചെയ്തു? അത് എൻ്റെ കഴുത്തിൽ കിടക്കണമുണ്ട്. അപ്പോൾ അവളെ കഴുത്തിൽ വേറൊരു മാല. ഞാൻ നിൻ്റെ കഴുത്തിൽ 2 അതിന് എൻ്റെ കൊച്ചിൻ്റെ കഴുത്തിൽ ഞാൻ ബർത്ത്ഡേക്ക് വാങ്ങിച്ചിട്ട് തന്നാൽ കൊച്ചിൻ്റെ കഴുത്തിൽ ഇടുന്നു. അത് പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ പലരും എടുത്തുകൊണ്ട് പോണതാണ്, അതുകൊണ്ട് ഞാൻ ഇട്ടേക്കുമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ എൻ്റെ അടുത്തല്ലേ നിൽക്കണത്. കൊച്ചിന് ഇല്ല, ഞങ്ങൾ പ്രോഗ്രാമിന് പോയി ചേട്ടൻ മേളിൽ വണ്ടിയായിട്ട് നിൽക്കുന്നുണ്ട് പോകണം പറഞ്ഞു. കൊച്ചിൻ്റെ ഡ്രസ്സുകൾ മാത്രം ഇവിടെ വെച്ചിട്ട് ഇവളങ്ങ് കയറി ഓടിപ്പോവുകയും ചെയ്തു. അപ്പോൾ അന്ന് മുതലേ അപ്പം ഞാൻ കേട്ട് നീ എന്ന് വരും കൊണ്ട് എനിക്ക് ജോലിക്ക് പോകാനുള്ളതാണ്. അപ്പോൾ പറഞ്ഞത് എന്ന് വരുമെന്നുള്ളത് അറിയില്ല, ഏകദേശം 1 മാസത്തോളം ആവുമായിരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവൾ ഓടുന്നത് തന്നെ. പിന്നെ ഇവൾ പെട്ടെന്ന് കയറിപ്പോയി. പിന്നെ കൊച്ചി ഏകദേശം 1 മാസത്തോളം ഇവിടെ നിന്നു. ആ സമയത്താണ് അമ്മ നോക്കിയത് തന്നെ. 10-75 വയസ്സായ അമ്മയ്ക്ക് നോക്കുന്നതിന് പരിമിതികളുണ്ട്. കുഞ്ഞുങ്ങളാകുമ്പോൾ ഓടി ആ ഒരു അമ്മയ്ക്ക് ശ്വാസം മുട്ടലൊക്കെ ഉള്ളതാണ്. പിന്നീടാണ് ഞങ്ങൾ ഈ കംപ്ലൈൻറ്റ് കൊടുക്കുന്നതും പിന്നെ അവിടെ ഒന്ന് കൊച്ചിനെ കൊണ്ടുപോണതും എല്ലാം. അവൻ ഈ കൊച്ചിനെ നോക്കൂല, കൊച്ചിനെ ഇഷ്ടമില്ല, വീട്ടിലെ ഉമ്മാക്കും സഹോദരിക്കും ഒന്നും ഇഷ്ടമില്ല എന്നുള്ള കാര്യം ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ടായിരിക്കാം കുഞ്ഞിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർ മനഃപൂർവ്വം ചെയ്തത്. എന്നാൽ അന്ന് സ്റ്റേഷനിൽ പോയപ്പോഴും സാർ പറഞ്ഞു നിനക്ക് നോക്കാൻ വയ്യെങ്കിൽ അമ്മത്തൊട്ടിൽ ഏൽപ്പിക്ക്, ഞങ്ങൾ അങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ അച്ഛൻ്റെ വീട്ടുകാരുടെ അടുത്ത് ഇവള് കുഞ്ഞിനെയും കൊണ്ട് പോയതായിട്ടാണ് ഞാൻ പിന്നെ അറിയുന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ അറിയുന്നുണ്ട് പിന്നെ കയ്യിൽ പ്ലാസ്റ്റർ എടുത്തു. അപ്പോൾ കൊച്ചിൻ്റെ കയ്യിൽ വളവുണ്ടായിരുന്നു. ആ വളവ് മാറ്റാൻ വേണ്ടിയിട്ട് കമ്പി ഇടണം. അത് അഷ്കർ പൈസ കൊടുക്കൂല എന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് എന്നോട് ചോദിക്കാനും ബുദ്ധിമുട്ടുള്ളത് കൊണ്ടായിരിക്കും. അപ്പോൾ അതിന് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് തമിഴ്നാട് പ്രോഗ്രാമിന് പോയത്. അതാണ് ഈ 27-ാം തീയതി 28-ാം തീയതി പോയത് എന്നാണ് ഇന്നലെ ഞാൻ ഓരോരുത്തർ എന്നോട് പറഞ്ഞ് ഞാൻ അറിയുന്നത്. എന്ത് തന്നെ ആയാലും എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ പോയല്ലോ. ഇവളിനി ആർക്ക് വേണ്ടി ജീവിക്കണം? ഞാനും വളർത്തിയതല്ലേ, എൻ്റെ മോളാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം എൻ്റെ സാഹചര്യം അങ്ങനെയാണ്. ഞാൻ എൻ്റെ 3 മക്കൾക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചത്. ഇവിടെ ഞാൻ അങ്ങനെയാണ് ജീവിച്ചത്. നാട്ടുകാർക്ക് മൊത്തം അറിയാം, വീട്ടുകാർക്കും അറിയാം ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് ജീവിച്ചതെന്നും.